എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ശരീരത്തിന് ആരോഗ്യകരമായ ഒരു കറി ഞാൻ ഉണ്ടാക്കുവാണ്. അത് ഒന്ന് കണ്ടോണം എന്താണെന്നുള്ളത്. ഇതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുകയും വേണം കേട്ടോ. നല്ലതായിട്ട് നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഞാൻ വേണ്ട ചൂടാക്കാൻ വെച്ചു. മീഡിയത്തിലിട്ടാൽ മതി, ഹൈയിൽ വേണ്ട. അതിനകത്തിലോട്ട് ഒരു ടീസ്പൂണ് അതിനകത്തിലെ എണ്ണ അത്രയും മതി. അതൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായി. 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് അതിനെ ഒന്ന് ഇട്ടു. ഒരു 1/4 കപ്പ് നമ്മുടെ എള്ള്, വെളുത്തത് തന്നെ വേണം കേട്ടോ, കറുത്ത എള്ള് വേണ്ട കേട്ടോ. അതിനെയും കൂടെ ഒന്ന് ചൂടാക്കിക്കോട്ടെ. 1/2 ടീസ്പൂണ് ജീരകം. ഇത് ഉലുവയാണ്. വളരെ കുറച്ചേ എടുക്കാവൂ കേട്ടോ. ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഇട്ട് കളയാം. ഒരു 10-15 വറ്റൽമുളക്, ചുവന്ന ഉണക്കമുളക്, ഇതിനെയും കൂടെ നമ്മൾ ഇതിനകത്തിട്ട് നമുക്കൊന്ന് ലൈറ്റ് മെറൂണാക്കി എടുക്കാം. ലൈറ്റ് മെറൂണായി കണ്ടോ. അപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങ അതാണ്ട് മിക്സിയിലിട്ട് ഞാൻ ഇങ്ങനെ തരിതരി പോലെ ആക്കിയെടുത്ത് കണ്ടോ. വെള്ളം തൊട്ടിട്ടേ ഇല്ല കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനെയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ലൈറ്റ് മെറൂണാക്കി മൂപ്പിച്ചെടുക്കാം. ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇത്ര വെള്ളം ചേർക്കണം കണ്ടോ. ഇത്ര 150 ml കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇഡലിയിലെ മാവ് പോലെ അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്ത് കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഇഡലി മാവ് പോലെ ഒന്ന് കണ്ടോ. ചീനിച്ചട്ടി വെച്ച് ചൂടായി. 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കുക. ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണ വെച്ച് ചൂടായി. 1 ടീസ്പൂൺ കടുകിട്ടു. 2 ചുവന്ന മുളക്, ഉണക്കമുളക്, അതിനെയും കൂടെ ഒന്ന് ഇട്ടു. നോക്കട്ടെ. കുറച്ച് കരിവേപ്പില. ഒരു പൈനാപ്പിള്, ഒത്തിരി വലുതല്ല എന്നാൽ ചെറുതുമല്ല, മീഡിയം സൈസ്. അതിനെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടെ നമ്മൾ ഇതിനകത്തിലിടുക. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. 1/2 ടീസ്പൂണ് ഉപ്പ് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. പാകത്തിന് വേണം ഇടാൻ. 1/2 ടീസ്പൂൺ വേണ്ട മഞ്ഞൾപ്പൊടി കേട്ടോ, വളരെ കുറവ് മതി. അതും കൂടി ഇട്ട് നമ്മളൊന്ന് ഇളക്കാം. സത്യത്തിൽ ഇത് ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ, നമ്മുടെ വയറ്റിനകത്തിൽ ചിലർക്കുണ്ട് ഗ്യാസ് പ്രോബ്ലം, പിന്നെ വിശപ്പില്ലായ്മ, അതൊക്കെ മാറ്റാനുള്ള ശക്തി ഈ പൈനാപ്പിൾ ഉണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. നമ്മൾ ഈ അരച്ച് വെച്ച അരച്ച് വെച്ചത്, അതിനെ അരപ്പിനെ നമ്മൾ ഇതിനകത്തോട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് സമാസമം നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ച് ചക്കരയുടെ പൊടി, കരിപ്പെട്ടി എന്നും പറയാം, അതിനെയും കൂടി ഇട്ടൊന്ന് ഇളക്കിക്കോട്ടെ. 200 ml വെള്ളം ഞാൻ അരച്ച് വെച്ചിരുന്ന മിക്സിക്കകത്തിൽ ഒഴിച്ച് ഞാൻ എടുത്തു. അപ്പം അരപ്പും പോയില്ല, വെള്ളവും വേണം. ഇച്ചിരി ലൂസായിരിക്കണം, അങ്ങനെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വേണ്ട, കാണിച്ചു തരാം. ഉപ്പേ നമ്മൾ 1/2 ടീസ്പൂൺ ആദ്യം ഇട്ടായിരുന്നു. അത് പോരാ, കാരണം നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. പോരായെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇടാം. ഇത്രയും കൂടെ ഞാൻ ഇടുവാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറച്ച് വാളം പുളി പിഴിഞ്ഞിട്ട് അധികം വെള്ളമില്ലാതെ നല്ലപോലെ പേസ്റ്റ് പോലെ എടുത്തു. ഇതിനെ ഇമിലി എന്നും പറയും. ഇതിനെ നമ്മൾ ഇതിനകത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കണം. ഉപ്പുണ്ടോ, എരിവുണ്ടോ, പുളിയുണ്ടോ എന്നൊക്കെ കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പൈനാപ്പിൾ വെച്ച് പച്ചടിയും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതൊരു വേറൊരു തരമാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് വളരെ നല്ല സാധനമാണ്. ഒന്നൊന്നുണ്ടാക്കി കഴിച്ചിട്ടേ ഒരു അഭിപ്രായം ഒന്ന് അറിയിച്ചാട്ട്.